Hi friends, I am Jibin Matthew. Welcome to Goods and Service Tax Part 10. Business. Business includes any trade, commerce, manufacture, profession, vocation, adventure, wager, or any other similar activity, whether or not it is for a pecuniary benefit. Any activity or transaction in connection with or incidental or ancillary to subclause A. ബിസിനസ് എന്താണെന്ന് GSTയിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസും, കൊമേഴ്സ്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, പ്രൊഫഷൻ, വൊക്കേഷൻ, അഡ്വഞ്ചർ, വെയ്ഗറിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ ഉൾപ്പെടുന്നു. അവ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ആണെങ്കിലും അല്ലെങ്കിലും ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇതിനോട് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ ഉൾപ്പെടുന്നു. Any activity or transaction in the nature of subclause A, whether or not there is volume, frequency, continuity or regularity of such transaction. നമ്മൾ സബ്ക്ലോസ് എയിൽ പറഞ്ഞ ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ, വൊക്കേഷൻ, അഡ്വഞ്ചർ, വെയ്ഗർ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ബിസിനസ്സിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അത് വോളിയം എത്രയുണ്ടോ, അല്ലെങ്കിൽ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണോ, റെഗുലർ ബിസിനസ് ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ട്രേഡ് ആണെങ്കിൽ എത്ര വോളിയം സെയിൽ നടത്തി എന്നുള്ളത് പ്രശ്നമല്ല. അതുപോലെ തന്നെ റെഗുലറായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല. എത്ര ഇടവേളകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെന്നുള്ളത് പ്രശ്നമല്ല. കണ്ടിന്യൂറ്റിയും ഫ്രീക്വൻസിയും വോളിയം ഒന്നും ഇല്ലെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കുറവാണെങ്കിൽ തന്നെയും അത് ബിസിനസ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടും. സപ്ലൈ ഓർ അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ കണക്ഷൻ വിത്ത് കമൻസ്മെന്റ് ഓർ ക്ലോഷർ ഓഫ് ബിസിനസ്. ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, അക്വിസിഷൻ, ക്യാപിറ്റൽ ഗുഡ്സ് മേടിക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് സെയിൽ നടത്തുക, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് അതും ബിസിനസ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടും. എന്തെങ്കിലും ഗുഡ്സ് ബിസിനസിൻ്റെ കമൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ക്ലോഷറിൻ്റെ ഭാഗമായിട്ടോ സെയിൽ നടത്തുകയോ പർച്ചേസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും ബിസിനസ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നതാണ്. പ്രൊവിഷൻ ബൈ എ ക്ലബ്, അസോസിയേഷൻ, സൊസൈറ്റി ഓർ എനി സച്ച് ബോഡി ഫോർ എ സബ്സ്ക്രിപ്ഷൻ ഓർ എനി അതർ കൺസിഡറേഷൻ ഓഫ് ദ ഫെസിലിറ്റീസ് ഓർ ബെനിഫിറ്റ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു ക്ലബിലുള്ള മെമ്പർഷിപ്പ്, അസോസിയേഷനിലോ സൊസൈറ്റിയിലോ ഒക്കെയുള്ള മെമ്പർഷിപ്പ്, അല്ലെ ഇത്തരത്തിലുള്ള മറ്റ് എന്തെങ്കിലും ബോഡിയിലുള്ള മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ, അവിടേക്ക് എന്തെങ്കിലും ഒരു പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റുകൾ
എന്തെങ്കിലും ഫെസിലിറ്റീസ് ഈ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് ബിസിനസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. Admission for a consideration of persons to any premises. ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലേസിൽ എൻ്റർ ചെയ്യുന്നതിന് ഫീസ് വല്ലതും മേടിക്കുന്നുണ്ടെങ്കിൽ, അതിന് മോണിറ്ററി കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയും നമുക്ക് ബിസിനസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. Services supplied by a person as the holder of an office which has been accepted by him in the course or furtherance of his trade, profession or vocation. ഒരു വ്യക്തി അയാളുടെ ബിസിനസ്സുമായിട്ടോ പ്രൊഫഷനുമായിട്ടോ ട്രേഡുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് ഒരു ഓഫീസ് നടത്തുകയും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്കൊരു ബിസിനസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ എ റേസ് ക്ലബ് ബൈ വേ ഓഫ് ടോട്ടലൈസേറ്റർ ഓർ എ ലൈസൻസ് ടു ബുക്ക് മേക്കർ ഇൻ സച്ച് എ ക്ലബ്. റേസ് ക്ലബ്ബ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, അതുപോലെ തന്നെ ബെറ്റിങ്ങിന് ലൈസൻസ് കൊടുക്കുന്നത് വഴി ഒരു ഇൻകം റേസ് ക്ലബിന് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ബിസിനസ് എന്നുള്ള ഡെഫിനിഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. Any activity or transaction undertaken by the central or state government or local authority in which they are engaged as public authorities. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റീസോ പബ്ലിക് അതോറിറ്റി എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ അതും ബിസിനസ് എന്നുള്ള ഡെഫിനിഷൻ്റെ പരിധിയിൽ വരും. അതുപോലെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത രണ്ട് ടേമുകളാണ് പ്രൊഫഷനും വൊക്കേഷനും. പ്രൊഫഷൻ എന്നാൽ ഒരു ഫോർമലൈസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന നോളജ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ജോബ് ആണ്. എന്നാൽ വൊക്കേഷൻ എന്നാൽ അതൊരു ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ നോളജ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയാകണമെന്നില്ല. ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമല്ലാതെ കിട്ടിയ നോളജും എക്സ്പീരിയൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ വൊക്കേഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷന് കുറച്ചുകൂടെ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. വൊക്കേഷന് അത്രയും കണ്ടിന്യൂറ്റി എപ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർക്കൊക്കെ ജന്മസിദ്ധമായ കഴിവുകൾ ചില മേഖലയിലൊക്കെ ഉണ്ടായിരിക്കും. അവർ ആ മേഖലയിൽ ഫോർമൽ എഡ്യൂക്കേഷനിൽ നിന്നല്ലാതെ കൂടുതൽ എക്സ്പീരിയൻസ് കൊണ്ടും ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഫലമായിട്ടുമൊക്കെ കൂടുതൽ നോളജ് നേടുകയും ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ വൊക്കേഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, പ്ലേസ് ഓഫ് ബിസിനസ്. Place of business includes a place from where the business is ordinarily carried on, including a warehouse, a godown, or any other place where a taxable person stores his goods or provides or receives goods and or services.
പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ബിസിനസ് എവിടെ നിന്നാണോ ക്യാരിഡ് ഓൺ ചെയ്യുന്നത് ആ പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്ന ഗോഡൗണ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ്സ് റിസീവ് ചെയ്യുകയും ഇഷ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്ന മറ്റ് പ്ലേസുകൾ, അതെല്ലാം പ്ലേസ് ഓഫ് ബിസിനസ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്ന പ്ലേസുകളാണ്. എ പ്ലേസ് വെയർ എ ടാക്സബിൾ പേഴ്സൺ കീപ്സ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്. എവിടെയാണോ ഒരു ടാക്സബിൾ പേഴ്സൺ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത്, അതും പ്ലേസ് ഓഫ് ബിസിനസ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടും. എ പ്ലേസ് വെയർ എ ടാക്സബിൾ പേഴ്സൺ ഈസ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ത്രൂ ആൻ ഏജന്റ്. ഒരു ടാക്സബിൾ പേഴ്സൺ ഒരു ഏജന്റ് വഴിയായിട്ട് ബിസിനസ്സിൽ ഇടപെടുകയാണെങ്കിൽ ആ പ്ലേസ്, അതും പ്ലേസ് ഓഫ് ബിസിനസ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ദ ലൊക്കേഷൻ ഓഫ് ബിസിനസ് സ്പെസിഫൈഡ് ആസ് ദ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബിസിനസ് പ്ലേസ് ഏതാണോ അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വർക്ക് കോൺട്രാക്ട്. എ കോൺട്രാക്ട് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഫാബ്രിക്കേഷൻ, കംപ്ലീഷൻ, ഇറക്ഷൻ, ഇൻസ്റ്റലേഷൻ, ഫിറ്റിംഗ് ഔട്ട്, ഇംപ്രൂവ്മെന്റ്, മോഡിഫിക്കേഷൻ, റിപ്പയർ, മെയിൻ്റനൻസ്, റിനോവേഷൻ, ഓൾട്ടറേഷൻ or commissioning of any immovable property wherein transfer of property in goods, whether as goods or in some other form, is involved in the execution of such contract. വർക്ക് കോൺട്രാക്റ്റ് എന്നുള്ള ഡെഫിനേഷനിൽ വരുന്നത് ഒരു ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റ്, ബിൽഡിംഗ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റ്, അതിൻ്റെ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റ്, മോഡിഫിക്കേഷനൊക്കെ വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ, ഇംപ്രൂവ്മെൻറ്റുകൾ, എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ ഇംപ്രൂവ്മെൻറ്റുകൾ വരുത്തുന്നതിനുള്ള കോൺട്രാക്റ്റുകൾ, റിപ്പയർ, മെയിൻ്റനൻസ്, റിനോവേഷൻ, എന്തെങ്കിലുമൊക്കെ നവീകരണങ്ങളൊക്കെ നടത്തുന്നത്, ചേഞ്ചസുകൾ വരുത്തുന്നത്, എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ഥാപിക്കുന്നത്, അഡീഷണലായിട്ട് എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ഥാപിക്കുന്നതൊക്കെ, ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളും അല്ലെങ്കിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകളും വർക്ക് കോൺട്രാക്റ്റ് എന്ന ഡെഫിനിഷനിൽ ഉൾപ്പെടും. നെക്സ്റ്റ്, മാനുഫാക്ചർ. പ്രോസസ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ ഓർ ഇൻപുട്സ് ഇൻ എനി മാനർ ദാറ്റ് റിസൾട്ട് ഇൻ എമർജൻസ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഹാവിങ് എ ഡിസ്റ്റിങ് നെയിം, ക്യാരക്ടർ ആൻഡ് യൂസ്. എന്തെങ്കിലും റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിനെയാണ് മാനുഫാക്ചർ എന്ന് പറയുന്നത്. പുതിയ പ്രൊഡക്റ്റ് റോ മെറ്റീരിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ നെയിമിലുള്ളതായിരിക്കും, പുതിയ ക്യാരക്ടറുള്ളതായിരിക്കും, ഡിഫറെൻ്റ് യൂസ് ഉള്ളതായിരിക്കും. അങ്ങനെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പുതിയ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മാനുഫാക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജോബ് വർക്ക്. അണ്ടർടേക്കിംഗ് എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് by a person on goods belonging to another registered taxable person. ഒരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സന്റെ കൈവശമുള്ള ഗുഡ്സ് ഉപയോഗിച്ച് എന്തെങ്കിലും പ്രോസസ്സോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ ചെയ്യുന്ന വർക്കിനെയാണ് ജോബ് വർക്ക് എന്ന് പറയുന്നത്. ആ ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ആളെയാണ് ജോബ് വർക്കർ എന്ന് പറയുന്നത്. ഇപ്പം മറ്റൊരു ടാക്സബിൾ പേഴ്സന്റെ കൈവശമുള്ള അല്ലെങ്കിൽ അയാളുടെ ഉടമസ്ഥതയിലുള്ള മെറ്റീരിയൽസ് അതുപോലെ ഗുഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജോബ് വർക്കർ എന്തെങ്കിലും പ്രോസസ്സിങ്ങോ
മാനുഫാക്ചറിങ്ങോ ഒക്കെ ചെയ്യുന്നത്. എന്നാൽ കോൺട്രാക്ടറുടെ കേസിൽ ടാക്സബിൾ പേഴ്സൻ്റെ കൈവശമുള്ള ഗുഡ്സ് ഉപയോഗിച്ചുകൊണ്ടല്ല അയാൾ മാനുഫാക്ചറിങ് ഒക്കെ നടത്തുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്നത്. അഗ്രികൾച്ചറലിസ്റ്റ്, എ പേഴ്സൺ ഹു കൾട്ടിവേറ്റ് ലാൻഡ് പേഴ്സണലി ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ. ഒരു വ്യക്തി ലാൻഡിൽ എന്തെങ്കിലും കൾട്ടിവേഷൻ നടത്തുകയാണെങ്കിൽ, അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കൾട്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് നമ്മൾ അഗ്രികൾച്ചറലിസ്റ്റ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചറലിസ്റ്റ് മീൻസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ HUF who undertakes cultivation of land by own labor, by the labor of family, by servants on wages payable in cash or kind, by hired labor under personal supervision or the personal supervision of any members of family. അഗ്രികൾച്ചറലിസ്റ്റ് എന്ന ഡെഫിനേഷനിൽ വരുന്ന ആൾക്കാർ ഇൻഡിവിജ്വൽസ് ആവാം അല്ലെങ്കിൽ HUF ആവാം. ലാൻഡിൽ കൾട്ടിവേഷൻ നടത്തുന്നത് ഓൺ ലേബർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി അയാൾ തന്നെ ലാൻഡിൽ കൾട്ടിവേഷൻ നടത്താം, അതല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സ് ലാൻഡിൽ കൾട്ടിവേഷൻ നടത്താം, അല്ലെങ്കിൽ വേജ് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് സെർവൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡായിട്ടോ വേജ് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് സെർവൻസിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹയേർഡ് ലേബറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇൻഡിവിജ്വലിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറുടെയോ സൂപ്പർവിഷനിൽ കൾട്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ അഗ്രികൾച്ചറലിസ്റ്റ് എന്നുള്ള ഡെഫിനിഷൻ വരുന്ന ആളുകളാണ്. അതായത് ഇൻഡിവിജ്വലിന് നേരിട്ട് കൾട്ടിവേഷൻ നടത്താം, ഫാമിലി മെമ്പേഴ്സിന് പറ്റും, അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ സൂപ്പർവിഷനിൽ ഏതെങ്കിലും ഹയേർഡ് ലേബർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പെയ്ഡ് ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ കൾട്ടിവേഷൻ നടത്താനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ അഗ്രികൾച്ചറിസ്റ്റ് എന്നുള്ള ഡെഫിനേഷനിൽ ഉൾപ്പെടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അണ്ടർ സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യുന്ന ലേബർ അല്ല അഗ്രികൾച്ചറിസ്റ്റ്, വർക്ക് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ലാൻഡ് ഓണറാണ്, അല്ലെങ്കിൽ ലാൻഡിൽ കൾട്ടിവേഷൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ലാൻഡ് പാട്ടത്തിനെടുത്തിരിക്കുന്ന ആളാണ് അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഏജന്റ്. A person including a factor, broker, commission agent, arhadia, delicate agent, an auctioneer, or any other mercantile agent by whatever name called, who carries on the business of supply or receipt of goods or services or both on behalf of another. മറ്റൊരാൾക്ക് വേണ്ടി, അതായത് ഒരു പ്രിൻസിപ്പലിന് വേണ്ടി ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ടൈപ്സ് ഏജൻ്റ് ഉണ്ട്. ഫാക്ടർ, ബ്രോക്കർ, കമ്മീഷൻ ഏജൻറ്റ്, അർഹാദിയ, ഡെലിക്രഡ് ഏജൻറ്റ്, ഓപ്ഷണർ, ഇതൊക്കെ ഏജൻറ്റിൻ്റെ വിവിധ ഫോംസാണ്. പലതരത്തിലുള്ള ഏജൻറ്റുകളുണ്ട്. ഇവയുടെയൊക്കെ മീനിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. കമ്മീഷനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഏജൻ്റ് ആണെങ്കിൽ കമ്മീഷൻ ഏജൻറ്റ് എന്ന് പറയാം. അർഹാദിയ, ഏജൻറ്റ് ഹു ഈസ് ഡൂയിങ് ബിസിനസ് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ്. ഒരു പ്രിൻസിപ്പലിന് വേണ്ടി ബിസിനസ് ചെയ്യുന്ന ആളെയാണ് അർഹാദിയ എന്ന് പറയുന്നത്. ഡെലിക്റ്റഡ് ഏജൻറ്റ്, agent act not only as a salesperson or broker but also as a guarantor of credit extended to the buyer. സാധാരണയായിട്ട് ഒരു ഏജൻറ്റ് ഒരു സെയിൽസ് പേഴ്സൺ അഥവാ ഒരു ബ്രോക്കർ എന്ന നിലയിലാണ് ആക്ട് ചെയ്യുന്നത്.
പ്രിൻസിപ്പളിന് വേണ്ടി സെയിൽ നടത്തുന്നു. എന്നാൽ ബയറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ മേൽ ഏജൻറ്റിന് ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഡെലിക്വഡ് ഏജൻറ്റിൻ്റെ കേസിൽ ബയറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടിന് ഗ്യാരണ്ടി കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഡെലിക്വഡ് ഏജൻ്റ് ആണെങ്കിൽ ഏജൻറ്റ് ബയറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടിന് പ്രിൻസിപ്പളിന് ഗ്യാരണ്ടി കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. GST-യിൽ എല്ലാ തരത്തിലുള്ള ഏജൻറ്റുകളെയും ഏജൻ്റ് എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, പ്രിൻസിപ്പൽ. എ പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ഓഫ് an agent carries on the business of supply or receipt of goods and or services. ആർക്ക് വേണ്ടിയാണോ ഒരു ഏജൻറ്റ് ബിസിനസ് നടത്തുന്നത്, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യുന്നത്, ആ ആളെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഏജൻറ്റ് ആർക്ക് വേണ്ടിയാണോ ആക്ട് ചെയ്യുന്നത്, ആളെയാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് സിംപ്ലി മീൻസ് ഫിക്സഡ് അസറ്റ്. ഗുഡ്സ് the value of which is capitalized in the books of account of the person claiming the input tax credit and which are used or intended to be used in the course or furtherance of business. ഒരു ഗുഡ്സിൻ്റെ വാല്യൂ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്യാപിറ്റലൈസ് ചെയ്യുകയും അത് ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്നതാവുകയും അതുപോലെ തന്നെ അതിന് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് GST-യിൽ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. ഒരു അസറ്റ് ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണെങ്കിൽ മാത്രമാണ് GST-യിൽ ക്യാപിറ്റൽ അസറ്റായിട്ട് പരിഗണിക്കുന്നത്. അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ്, കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ. ഫസ്റ്റ് വൺ, കോമ്പോസിറ്റ് സപ്ലൈ. A supply consisting of two or more goods and or services which are naturally bundled and provided together, one being a principal supply. രണ്ടോ അതിലധികമോ ഗുഡ്സോ സർവീസുകളോ ഒന്നിച്ച് സെയിൽ നടത്തുന്നു. രണ്ടോ അതിലധികമോ ഗുഡ്സോ സർവീസോ ആണ് സെയിൽ നടത്തുന്നത്. എന്നാൽ ഇത് നാച്ചുറലി ബണ്ടിൽഡ് ആണ്. സാധാരണയായിട്ട് ഈ ഗുഡ്സുകൾ അല്ലെങ്കിൽ സർവീസുകൾ അല്ലെങ്കിൽ ഈ ഗുഡ്സും സർവീസും സെപ്പറേറ്റ് ആയിട്ട് സെയിൽ നടത്താറില്ല. ഒന്നിച്ചാണ് സാധാരണ അത് സെയിൽ നടത്തുന്നത്. അങ്ങനെയുള്ള സപ്ലൈയാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് സപ്ലൈയിൽ ഒരു സപ്ലൈ എന്തായിരിക്കും? പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും. പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ മെയിൻ സപ്ലൈ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന സപ്ലൈയൊക്കെ ഈ പ്രിൻസിപ്പൽ സപ്ലൈയെ ആശ്രയിച്ച് ഇരിക്കുന്ന സപ്ലൈ ആണ്. The items included in composite supply cannot be supplied separately. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നാച്ചുറലി ബണ്ടിൽഡ് ആണ്. അപ്പം ഈ സപ്ലൈയിൽ പെടുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. പ്രിൻസിപ്പൽ സപ്ലൈ. The supply of goods and or services that form the significant element of a composite supply and
any other related supply being ancillary. ഒരു കോമ്പോസിറ്റ് സപ്ലൈയുടെ മെയിൻ ഇലമെൻ്റ് ആയിട്ട് വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. ഒരു വെഹിക്കിൾ മേടിക്കുമ്പോൾ ആ വെഹിക്കിളിൽ നിന്നുള്ള ആ അസറ്റ് അല്ലെങ്കിൽ ഗുഡ്സാണ് അവിടെ പ്രിൻസിപ്പൽ സപ്ലൈ വരുന്നത്. എന്നാൽ അതിനോട് അനുബന്ധമായിട്ട് സർവീസും ഒക്കെ വരുന്നുണ്ട്. ആ സർവീസൊക്കെ ആൻസിലറി ആയിട്ടുള്ളതാണ്, അനുബന്ധമായിട്ട് വരുന്ന സപ്ലൈ ആണ്. ചില പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഫ്രീ സർവീസൊക്കെ കിട്ടാറുണ്ട്. ഇത് നാച്ചുറലി ബണ്ടിലാണ്. ആ പ്രൊഡക്റ്റ് മേടിക്കാതെ നമുക്ക് സർവീസ് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. The tax rate of principal supply will be taken for calculating the tax liability of the entire supply. കോമ്പോസിറ്റ് സപ്ലൈയുടെ കേസിൽ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സ് റേറ്റ് എത്രയാണോ അതാണ് ടോട്ടൽ സപ്ലൈയുടെ വാല്യൂവിൻ്റെ മേൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സ് റേറ്റ് എത്രയാണോ ആ ടാക്സ് റേറ്റ് ആണ് ടോട്ടൽ വാല്യൂ സപ്ലൈയുടെ മേൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, മിക്സഡ് സപ്ലൈ. 2 or more individual supplies of goods and or services made together by a taxable person for a single price, where such supply does not form a composite supply. കോമ്പോസിറ്റ് സപ്ലൈയിൽ വരാത്തതാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. 2 അതിലധികമോ ഗുഡ്സോ സർവീസുകളോ ഒന്നിച്ചു ചേർത്ത് ഒരു ടാക്സബിൾ പേഴ്സൺ ഒരു സിംഗിൾ പ്രൈസിൽ വിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മിക്സഡ് സപ്ലൈ എന്ന് പറയാം. എന്നാൽ കോമ്പോസിറ്റ് സപ്ലൈയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യങ്ങളെയും നമ്മൾ മിക്സഡ് സപ്ലൈ ആണെന്ന് പറയാനായിട്ട് പാടില്ല. കോമ്പോസിറ്റ് സപ്ലൈ അല്ലാത്തതും എന്നാൽ 2 അതിലധികമോ ഗുഡ്സോ സർവീസുകളോ ഒരു ടാക്സബിൾ പേഴ്സൺ ഒരു സിംഗിൾ പ്രൈസിൽ സെയിൽ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഈച്ച് ഓഫ് ദീസ് ഐറ്റംസ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ എനി അതർ. മിക്സഡ് സപ്ലൈയിൽ വരുന്ന ഗുഡ്സും സർവീസും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെയിൽ നടത്താവുന്നതാണ്. അതായത് നാച്ചുറലി ബണ്ടിൽഡ് അല്ല. സാധാരണയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെയിൽ നടത്താവുന്ന ഗുഡ്സും സർവീസും ഒക്കെയാണ് നമ്മൾ ബണ്ടിലായിട്ട് ഇവിടെ സെയിൽ നടത്തുന്നത്. നാച്ചുറലി ബണ്ടിൽഡ് അല്ലാത്ത ഗുഡ്സും സർവീസും ഒക്കെയാണ് ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് സെയിൽ നടത്തുന്നത്. അണ്ടർ GST, ടാക്സ് റേറ്റ് ടേക്കൺ ഫോർ കാൽക്കുലേറ്റിംഗ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിക്സഡ് സപ്ലൈ ഈസ് ദ ടാക്സ് റേറ്റ് ഓഫ് ഐറ്റം വിച്ച് ഹാവ് ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ്. മിക്സഡ് സപ്ലൈയുടെ കേസിൽ ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന റേറ്റ് ഈ മിക്സഡ് സപ്ലൈയിൽ വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അതിൽ ഏതിനാണോ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ്, ഏറ്റവും കൂടുതൽ ടാക്സ് ഉള്ളത് ആ ടാക്സ് റേറ്റ് ആയിരിക്കും ഫുൾ വാല്യൂ ഓഫ് സപ്ലൈയുടെ മേൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. Thank you for watching this video.